അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ന്യൂ പാർട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. അതിലെ 5 ടൈപ്സ് നമ്മൾ കണ്ടു അല്ലെ, 5 കേസുകൾ നമ്മൾ കണ്ടു. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, 5 കേസ് എന്നുള്ളത് നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ടിൽ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞ് കൊടുത്തൊന്നുമല്ല. നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് 5 കേസായിട്ട് തിരിച്ചു എന്നുള്ളതാണ്. 5 പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആവാം ന്യൂ പാർട്ണർക്ക് അവരുടെ ഷെയർ കൊടുക്കുന്നത്. ഓൾഡ് പാർട്ണേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത് ഇന്നൊക്കെ രൂപത്തിലാവാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ 5 കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അല്ലാതെ അത് പാർട്ണർഷിപ്പ് ആക്ടില് കേസ് 1 കേസ് 2 എന്ന് പറയുന്നതൊന്നും സാധനമല്ല. ഇപ്പൊ കേസ് 1 ഓൾഡ് പാർട്ണേഴ്സ് ഓൾഡ് റേഷ്യോയിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം അല്ലെ. മറ്റൊരു കേസിൽ നമ്മൾ കണ്ടു ഹോളി ഫ്രം വൺ പാർട്ണർ, മറ്റൊരു കേസിൽ നമ്മൾ കണ്ടു ഈക്വലി എന്നൊക്കെ കണ്ടു നമ്മൾ. ഓക്കെ, അപ്പൊ അതില് കേസ് 1 ഇന്നതാണ് കേസ് 2 ഇന്നതാണ് എന്നൊന്നും ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ന്യൂ റേഷ്യോ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഓരോ കേസിലും ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. എന്താണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാണല്ലേ. നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു ന്യൂ പാർട്ണർ കയറി വരികയാണ്. അപ്പൊ അയാൾക്ക് ഒരു ഷെയർ കൊടുക്കണ്ടേ? അദ്ദേഹത്തിനും നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റിന്റെ ഒരു ഷെയർ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ആ ഷെയർ എവിടുന്ന് നമ്മൾ എടുത്തു കൊടുക്കുന്നത്? നമ്മൾ തൊട്ടടുത്ത ബിസിനസ്സിന് എടുത്ത് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ അയൽവാസിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരില്ല ചെയ്യുന്നത്. മറിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിൽ നിന്നാണ് ഒരു ഷെയർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിൽ അവിടെ നോക്കൂ, ഓൾഡ് പാർട്ണേഴ്സിന് ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്, ഒരു സാക്രിഫൈസ് വരുന്നുണ്ട്, ഒരു ത്യാഗം വരുന്നുണ്ട്. അവരൊരു ഒരു പരിത്യാഗം ചെയ്യുന്നുണ്ട് അവര്, ഇല്ലേ? ഒരു ചെറിയൊരു സാക്രിഫൈസ് ആർക്ക് വേണ്ടിയിട്ട്? ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ണർ. ദ ഓൾഡ് പാർട്ണേഴ്സ് ആർ സാക്രിഫൈസിങ് their share of profit. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ണർ. ഓക്കെ, they are sacrificing their old share of profit. അപ്പൊ ആ റേഷ്യോ എത്രയാണ് അവരുടെ നഷ്ടം എന്നുള്ളതാണ് നമ്മളോട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, നമുക്ക് അതിലൊരു കേസ് നമ്മൾ കണ്ടില്ലേ, ഹോളി ഫ്രം വൺ പാർട്ണർ എന്നുള്ള കേസ് നമ്മൾ കണ്ടിരുന്നല്ലോ. അവിടെ സത്യത്തിൽ നോക്കൂ, എയും ബിയും പാർട്ണേഴ്സ് ആയിരുന്നു. സി കയറി വരികയാണ്. സിക്ക് ഷെയർ കൊടുക്കുന്നത് ആര് മാത്രമാണ്? നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ, എ മാത്രമാണ് സിക്ക് വേണ്ട ഷെയർ കൊടുക്കുന്നത്. അപ്പൊ ബിക്ക് അവിടെ സാക്രിഫൈസ് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ആൻസർ അല്ലെ. ബി ഹാസ് നോ സാക്രിഫൈസ് നമ്മൾ പറയാം. നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമുക്കിപ്പോ വീട്ടിൽ നമ്മള് ഐസ്ക്രീമോ അല്ലെങ്കിൽ അതുപോലെ സാധനം എന്തെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം, ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്തുനിന്ന് അവരാർക്കും ഒരു പക്ഷേ ഷെയർ ചെയ്യൂല. ചോദിച്ചാൽ തരൂല്ല. ഒരു ചെറിയ കഷ്ണം തരുമെന്ന് ചോദിച്ചാൽ പോലും അവർ തരൂല്ല, ഇല്ലേ? ഇപ്പച്ചിന്റെ അടുത്ത് വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇമ്മച്ചിന്റെ അടുത്ത് വാങ്ങിക്കോ, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് വാങ്ങിക്കോ, അമ്മയുടെ അടുത്ത് വാങ്ങിക്കോ എന്നുള്ള രൂപത്തിലാ പറയും. ഓക്കെ, അവര് കഷ്ണം കൊടുക്കൂല. അപ്പൊ ഒരു ഗസ്റ്റ് കയറി വന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ കയറി വന്നതുകൊണ്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു നഷ്ടമില്ല. നോ സാക്രിഫൈസ് എന്നാണ് പറയാം, അല്ലെ? നേരെ മറിച്ച് നോക്കൂ, ഇപ്പൊ മുതിർന്ന ഒരാളായിട്ടുള്ള ഒരാള് ഒരു അച്ഛനാണ് കൊടുക്കുന്നതിൽ അമ്മയാണ് കൊടുക്കുന്നെങ്കിൽ അമ്മയ്ക്ക് കിട്ടിയിരുന്ന ആകെ ഒരു ചോക്ലേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ പകുതി അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവർക്കാണ് അവിടെ സാക്രിഫൈസ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഒരു ന്യൂ പാർട്ണർ കയറി വരുന്നത് കൊണ്ട് ഓൾഡ് പാർട്ണേഴ്സിന് വരുന്ന നഷ്ടം എത്രയാണ്, എന്താണ് അവരുടെ സാക്രിഫൈസ് എന്നുള്ളതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോ കേസ് ബൈ കേസ് ആയിട്ട് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ കേസിൽ 5 കേസ് പഠിച്ചില്ലേ? ആ 5 കേസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ വാട്ട് ഇസ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയാം? എക്സാമിന് ചോദിക്കാറുണ്ട്, what is sacrificing ratio? The ratio in which the old partners have agreed to sacrifice their share of profit in favor of the new partner. ഒന്നുകൂടി പറയാം, the ratio in which the old partners have agreed to sacrifice their share of profit in favor of the new partner is known as sacrificing ratio. ക്ലിയർ അല്ലേ? നോക്കൂ, ഒന്നുകൂടി നോക്കൂ. ദ റേഷ്യോ ഇൻ വിച്ച്, ഏത് റേഷ്യോയിലാണോ
ഓൾഡ് പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയർ ന്യൂ പാർട്ണർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്, ആ റേഷ്യോനെ വിളിച്ച പേരാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഓക്കെ, അതായത് എത്രയാണ് ഓൾഡ് പാർട്ണേഴ്സിന് നഷ്ടപ്പെടുന്ന പീസ് എത്രയാണ്, ഓൾഡ് പാർട്ണേഴ്സിന് ന്യൂ പാർട്ണർ വരുന്നത് കൊണ്ട് എന്ത് നഷ്ടം വരുന്നു, എന്താണ് നഷ്ടം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല കാണാണ്. എന്താണ് ഫോർമുല? സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് പണ്ട് കിട്ടിയിരുന്നത് ഇത്രയാണ്, അതിൽ നിന്ന് ഇത്ര പീസ് നഷ്ടം വരാൻ പോവാണ്, ബാക്കി ഇത്ര ഉണ്ടാവും. അങ്ങനെയല്ല നമ്മുടെ ന്യൂ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ അതല്ലേ. നമുക്ക് പണ്ട് കിട്ടിയിരുന്നത് ഇത്രയാണ്. നോക്കൂ, നമുക്ക് പിന്നെ ഒരു ചോക്കോബാറിന്റെ ഫുള്ള് കിട്ടിയിരുന്നു, ഒരാൾ കയറി വന്നുകൊണ്ട് അതിന്റെ ചെറിയൊരു പീസ് നഷ്ടം വരികയാണ്. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ആ പീസ് പോയില്ല നമ്മുടെ കയ്യിൽ നിന്ന്, അത് കഴിച്ച് ബാക്കിയുള്ളതാണ് നമുക്ക് ഉണ്ടാവുക. അതിവിടെ കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, എത്രയാണ് കഷ്ടം, എത്രയാണ് കണക്കൂട്ടാണ്. അപ്പൊ എത്രയാണ് എന്റെ സാക്രിഫൈസ് എന്ന് എങ്ങനെ ഞാൻ കാണാം? എനിക്ക് എന്താണോ പണ്ട് കിട്ടിയിരുന്നത് അതൊരു കേസ്, എനിക്ക് എന്താണ് പുതുതായിട്ട് കിട്ടാൻ പോകുന്നത്, ഇനി പുതിയ പീസ് എത്രയാണ്, പഴയ പീസ് എത്രയാണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ എന്റെ സാക്രിഫൈസ്. നോക്കൂ, പണ്ട് എനിക്ക് 10 രൂപ കിട്ടിയിരുന്നു, ഇപ്പൊ 8 രൂപ കിട്ടണുള്ളൂ. അപ്പൊ ഇത്ര എന്റെ നഷ്ടം എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയാ, 2 രൂപയല്ലേ. അത് നമുക്ക് അങ്ങനെ ഒരു ഇന്റീജർ ഫിഗർ ആയതുകൊണ്ട് നമുക്ക് കണക്കൂട്ട് എളുപ്പല്ലേ. അതായത് 10 രൂപയായിരുന്നു എന്റെ ലാഭം, ഇപ്പൊ എനിക്ക് 8 രൂപയാണ് ലാഭം. അപ്പോ എന്താണ് എനിക്ക് നഷ്ടം വന്നത്? 2 രൂപ. 2 രൂപയാണ് എന്റെ നഷ്ടം. നമുക്ക് ഈസി ആയിട്ട് കണക്കൂട്ടാൻ പറ്റും. ഇവിടെ നമ്മൾ ഫ്രാക്ഷൻസ് വെച്ച് ചെയ്യുന്ന സമയത്താണ് കാൽക്കുലേഷൻ ചെറിയൊരു പ്രയാസമൊന്നുമില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചു പോന്നിരുന്നെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നുമില്ല. അപ്പൊ അത് നമ്മളിവിടെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാണാണ് സാക്രിഫൈസിംഗ് റേഷ്യോയുടെ ഫോർമുല എഴുതാം. നമ്മള് സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കും, ഓൾഡ് റേഷ്യോ എനിക്ക് പണ്ട് 10 രൂപ കിട്ടിയിരുന്നു. ഓക്കെ, ഇപ്പൊ എനിക്ക് കിട്ടുന്നത് 8 രൂപയാണ്. ഇതാണ് എന്റെ ഓൾഡ്, ഇതാണ് എന്റെ ന്യൂ. ഓക്കെ, അപ്പൊ എത്രയാണ് എന്റെ സാക്രിഫൈസ്? ഞാൻ ന്യൂ പാർട്ണർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എത്രയാണ്? 2 ആണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, ഒരു ഇന്റീജർ ഫിഗർ ആയതുകൊണ്ട് അല്ലെ. നമ്മൾ ഫ്രാക്ഷൻസ് വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ കേസും കേസ് ബൈ കേസ് ആയിട്ട് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കാം. നമ്മുടെ കഴിഞ്ഞ കേസിലെ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ നമ്മൾ കണ്ട സമയത്തുള്ള ഫസ്റ്റ് കേസ് നമ്മൾ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുകയാണ്. ഓക്കെ, റെഡി അല്ലേ? സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് കാണുന്നത്, ന്യൂ റേഷ്യോ അല്ല, സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, കേസ് 1 നോക്കാം. നമ്മൾ കേസ് 1 എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞു കേസ് 1 എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു കേസ് ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യണം ഒരു കേസ്, ഈ ഫസ്റ്റ് കേസ് ഇതാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കൊടുക്കണം. ഓക്കെ, ഈ കേസിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എങ്ങനെയാണ്? A and B are partners sharing profits in the ratio 3:2. They decide to admit C as a new partner by giving him 1/5 share, 1/5 share. Calculate new ratio എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ പണി ചെയ്യാൻ അറിയായിരുന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. 1 - എന്നുള്ള കേസ് വെച്ചിട്ട് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മളോട് ചോദിക്കാണ് ഓൾസോ കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് കൂടി പറയണം. ഓൾസോ കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ സാക്രിഫൈസിംഗ് റേഷ്യോ കാണണമെങ്കിൽ എന്തറിയണം? നമുക്ക് ഓൾഡ് റേഷ്യോയും അറിയണം, ന്യൂ റേഷ്യോയും അറിയണം. ഇവിടെ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ നമുക്കൊന്ന് സ്പീഡിൽ ചെയ്തു പോകാം, കാരണം നമുക്ക് അറിയുന്ന പണിയല്ലേ. ന്യൂ റേഷ്യോ നമുക്ക് അറിയുന്ന കേസാണ്, നമുക്ക് നോക്കാം. നമുക്ക് എയുടെ ന്യൂ റേഷ്യോ, എസ് ന്യൂ റേഷ്യോ നമ്മൾ കാണാൻ പോകണം. ഓക്കെ, എങ്ങനെ കണ്ടത്? നമ്മൾ ഇങ്ങനല്ലേ അസ്യൂം ചെയ്ത് കഴിഞ്ഞ കേസിൽ സീക്ക് 1/5 ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബി 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ എത്രയാണ്? 1/5 ആണ് അല്ലെ. 1 - 1/5 ഈക്വൽ 4/5. റെഡി അല്ലേ? 4/5. അങ്ങനെയാണെങ്കിൽ എയുടെ ന്യൂ ഷെയർ എത്ര ആയിരിക്കും? എസ് ന്യൂ റേഷ്യോ ഓർ എസ് ന്യൂ ഷെയർ ഈക്വൽ 4/5 into 3/5. ക്ലിയർ? 4/5 into 3/5 equal 12/25. ഇതിനി കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് അല്ലെ. 1 മണിക്കൂർ വെച്ച് നമ്മൾ ചെയ്ത സംഗതിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ 4/5 ആണ് ഇത് കേട്ടോ. 3/5 എന്ന് പറഞ്ഞ ഈ സാധനം
ഓക്കെ 3/5 12/25. ബീസ് ഷെയർ എന്തായിരിക്കും? ബീസ് ന്യൂ റേഷ്യോ ഈക്വൽ 4/5 ന്റെ 2/5 ഷെയർ. 4/5 into 2/5 equal 8/25. What about C's share? C's share equal 1/5. അല്ല നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈക്വൽ എന്താണ്? 1/5. ഇവിടെ 25 അല്ലേ, എക്കും ബിക്കും 25 കിടക്കുന്ന ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇതിനെയും 25 ആക്കണം. അപ്പൊ നമുക്ക് കിട്ടുക 5/25. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനെ നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുന്ന സമയത്ത് നോക്കൂ, നമുക്ക് കിട്ടിയത് 12/25, 8/25, 5/25. And the new ratio between A, B and C will be 12:8:5. Okay, 12:8:5. ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ട് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. റെഡി ആണല്ലോ? ഇപ്പൊ നമ്മൾ ചെയ്തത് ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. അത് സ്പീഡിൽ ചെയ്തോന്നേ ഉള്ളൂ. 12:8:5 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ന്യൂ റേഷ്യോ ആണ് അല്ലെ, ന്യൂ റേഷ്യോ എ ബി സിയുടെ ന്യൂ റേഷ്യോ ആണ് 12:8:5. ഇനി നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കാണാൻ പോവാണ്. ഓക്കെ, ഇവിടെ കാണാൻ നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കാണാൻ. സാക്രിഫൈസിംഗ് റേഷ്യോ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ഫോർമുല ആദ്യം എഴുതാം. സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. നമ്മൾ ആദ്യം കാണണം എയുടെ സാക്രിഫൈസ് എന്താണെന്ന് കാണാം. എ സാക്രിഫൈസ് എത്രയാണെന്ന് നമ്മൾ കാണാം. എങ്ങനെ കാണാം? എക്ക് എന്താണ് ഫണ്ട് കിട്ടിയിരുന്നത്? എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/5 ആണ്. ഇതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ആകെ 5 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ അതിൽ 3 രൂപ ആർക്കുള്ളതാണ്? എക്കുള്ളതാണ്. ആകെ 5 രൂപ ലാഭം കിട്ടുകയാണ് ഫേമിനെങ്കിൽ അതിൽ 3 രൂപ ആർക്കുള്ളതാണ്? എക്കുള്ളതാണ് എന്നതിന് മീനിങ്. ഓക്കെ, പണ്ട് എങ്ങനെയായിരുന്നു? 3/5 ആണ്. ഇനി എക്ക് കിട്ടാൻ പോകുന്നത് എയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 12/25 ആണ്. 12/25. 12/25. ഓക്കെ, നമുക്ക് തോന്നുമല്ലേ 3/5-നേക്കാളും വലുതാണ് 12/25 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഖ്യ നമുക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇത് ചെറിയൊരു നഷ്ടം സംഭവിച്ചതിന് ശേഷമാണ് ഈ 12/25 വരുന്നത്. ചെറിയൊരു സാക്രിഫൈസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഫിഗർ ക്ലിയർ അല്ലേ? നോക്കും, 3/5 എന്നുള്ളത് എയുടെ ഓൾഡ് റേഷ്യോ ആണ്, ഓൾഡ് ഷെയർ ആണ്. 12/25 എന്ന് പറയുന്നത് എയുടെ ന്യൂ റേഷ്യോ ആണ്, അല്ലെങ്കിൽ ന്യൂ ഷെയർ ആണ്. അപ്പൊ നമ്മൾ ഇതിനൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഓക്കെ, കോമൺ ആയിട്ട് 25 എടുക്കാം. അല്ല, നമുക്ക് LCM 25 എടുക്കാം. ഇവിടെ 5 ആണ്, ഇവിടെ 25 ആണ്. LCM 25 എടുത്തു. ഇവിടെ നമ്മൾ 15 കിട്ടും, 12. നോക്കൂ, 3/25. റെഡി അല്ലേ? മൈനസ് ചെയ്ത് നോക്കൂ. 15 minus 12 divided by 25 equal 3/25. ക്ലിയർ ആണ്? ഇനി ബിയുടെ കേസ് നോക്കാം. ബിയുടെ സാക്രിഫൈസ് എത്ര നോക്കൂ. ബിക്ക് പണ്ട് കിട്ടിയിരുന്നത് എത്രയാണ്? ഇതാണ് അവരുടെ ഓൾഡ് റേഷ്യോ അല്ലെ, 2/5 ആണ് ബിക്ക് പണ്ട് കിട്ടിയിരുന്നത്. ഓൾഡ് റേഷ്യോ ഓഫ് ബി ഈക്വൽ 2/5 മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 8/25 ആണ്. അപ്പോൾ 2/5 മൈനസ് 8/25. എത്ര ആൻസർ കിട്ടും നോക്കും. ഇവിടെ ഇതുപോലെ LCM നമുക്ക് 25 എടുക്കാം. ഇവിടെ 5 into 2 10 minus 8 equal 2/25. നമുക്ക് ആൻസർ നോക്കൂ. ബിയുടെ സാക്രിഫൈസ് 2/25 ആണ്. എയുടെ സാക്രിഫൈസ് 3/25 ആണ്. നമ്മൾ നോക്കൂ, ആദ്യം നമ്മൾ പറഞ്ഞൊരു കേസില്ലേ, എനിക്ക് 10 രൂപ ലാഭം കിട്ടിയിരുന്നു പണ്ട്. സിയെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 8 രൂപയാണ്. അപ്പൊ എന്റെ നഷ്ടം എത്രയാണ്? എന്റെ സാക്രിഫൈസ് എത്രയാണ്? ഞാൻ എത്രയാണ് സിക്ക് വേണ്ടിയിട്ട് കളഞ്ഞത് എത്രയാണ്? അല്ലെങ്കിൽ കൊടുത്തത് എത്രയാണ്? 2 രൂപയാണ്. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടുന്നത്. എ എത്രയാണ് സാക്രിഫൈസ് ചെയ്തത്? 3/25. ഇത്രയും പോർഷൻ ആണ് എ സിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തത്. ബി സാക്രിഫൈസ് ചെയ്ത് എത്രയും നോക്കൂ, 2/25. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇനിയാണ് ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ റേഷ്യോ കാണണം. റേഷ്യോ ആയിട്ട് എഴുതണം. ഇവിടെ നോക്കുക, 25 എന്നുള്ള ഡിനോമിനേറ്റേഴ്സ് അത് രണ്ടും ഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ആണല്ലോ, ഈക്വൽ ആണ്. രണ്ടോടത്തും 25 ആണ്. ഇവിടെ 25 തന്നെയാണ്, ഇവിടെയും 25. ഇതിന് നമ്മൾ ഒഴിവാക്കുക.
25 ഇനി നമുക്ക് വേണ്ട, അതിനെ തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. ഇതിന് ന്യൂമറേറ്റേഴ്സ് മാത്രം എടുക്കുക. 3, 2. എയുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്, ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പൊ അതിന് മാത്രം എടുത്ത് നോക്കൂ. അതിന്റെ റേഷ്യോ ഇട്ടൊന്ന് എഴുതി നോക്കൂ. നമുക്ക് എഴുതാൻ പറ്റും 3:2 ആണ് അല്ലെ. ഈ 3ഉം ഈ 2ഉം മാത്രം എടുത്താൽ മതി. ഈ 25നെ നമുക്ക് ഒഴിവാക്കി. അപ്പൊ നമ്മൾ ഇതിന്റെ റേഷ്യോ ഇട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3:2 ആണ്. അപ്പൊ എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വെച്ചാൽ എത്ര നമുക്ക് ആൻസർ കിട്ടിയത്? 3:2 ആണ്. എയുടെയും ബിയുടെയും സാക്രിഫൈസിംഗ് റേഷ്യോ 3:2 ആണ്. എന്താ അതിന്റെ മീനിങ്? അതിന്റെ മീനിങ് എന്താണ്? സിക്ക് വേണ്ടിയിട്ട് ഒരു 5 രൂപ കൊടുക്കുമ്പോ, അതിന്റെ മീനിങ് അതാട്ടോ, സിക്ക് വേണ്ടിയിട്ട് ഒരു 5 രൂപ കൊടുക്കുമ്പോ അതിൽ 3 രൂപ എയുടേതാണ്, 2 രൂപ ബിയുടേതാണ്. അതാണ് എന്റെ മീനിങ്. സി പുതിയ ആളല്ലേ, പുതിയ ആളായിട്ട് സി നമ്മുടെ ബിസിനസ്സിലേക്ക് കയറി വരികയാണ്. അയാൾക്ക് നമ്മൾ 5 രൂപ പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് കഷ്ടം മുറിക്കുന്നത് നോക്കുക. അവർക്ക് ഒരുപക്ഷെ ഈക്വൽ ആയിട്ട് ചെയ്യായിരുന്നു, ഈക്വൽ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് 3 രൂപ എ കൊടുക്കുമ്പോൾ സി കൊടുക്കുന്നത് 2 രൂപയാണ്. അതാണ് ഇതിന്റെ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ അതാണ് ഇതിന്റെ റേഷ്യോ എന്നൊക്കെ പറയണം. ഓക്കെ, ഇനി നമ്മളിവിടെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി കൂടി പറയാണ്. ഇവിടെ ഒരു സിമിലാരിറ്റി നമ്മൾ കാണണം, ഒരു സിമിലാരിറ്റി നമ്മൾ കാണണം. ഇത് നമ്മൾ തൽക്കാലത്തേക്ക് എല്ലാം ഒരു ഭാഗത്തേക്ക് നമ്മൾ എഴുതാൻ പോവാണ്. ഈ ഒരു കോർണറിലേക്ക് നമ്മൾ കിട്ടിയ ആൻസറുകളെല്ലാം എഴുതാൻ പോവാണ്. ഓക്കെ, എയും ബി ആട്ടോ നമ്മുടെ പാർട്ണേഴ്സ്. ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ വന്ന ആളാണ് സി. ഇവരാണ് നമ്മുടെ ഓൾഡ് പാർട്ണേഴ്സ്. സി ആണ് കയറി വന്ന ആൾ. ഓക്കെ, എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഈക്വൽ 3:2. അന്ന് സി ഇല്ല കേട്ടോ, അന്ന് സി ഇല്ല. ന്യൂ റേഷ്യോ of A, B and C equal 3:2 sorry. New ratio between A, B and C equal 12:8:5. 12:8:5. 12:8:5 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നോക്കൂ, സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ. ആർക്ക് സാക്രിഫൈസ് ഉണ്ടാവുക? ഓൾഡ് പാർട്ണേഴ്സിന് സാക്രിഫൈസ്. പുതിയ കയറി വരുന്ന ഗെയിൻ അല്ലേ, കിട്ടിയതൊക്കെ ലാഭമാണ്. ഓക്കെ, കയറി വരുന്ന ന്യൂ പാർട്ണർക്ക് കിട്ടിയതൊക്കെ ലാഭമാണ്, ഗെയിൻ ആണ്. സാക്രിഫൈസ് വരുന്ന ആർക്കാണ്? ഓൾഡ് പാർട്ണേഴ്സിനാണ്. എത്ര നമുക്ക് കിട്ടിയ ആൻസർ നോക്കൂ, 3:2. ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ നോക്കും, എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ നോക്കും. ഓൾഡ് റേഷ്യോ 3:2 ആണ്, സാക്രിഫൈസിംഗ് റേഷ്യോയും 3:2 ആണ്. ഓക്കെ, ഓൾഡ് റേഷ്യോ 3:2 ആണ്, സാക്രിഫൈസിംഗ് റേഷ്യോയും 3:2 ആണ്. അങ്ങനെ വരാനൊരു കാരണമുണ്ട്. എന്താ അറിയോ? ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? കഴിഞ്ഞ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? ഓൾഡ് പാർട്ണേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ണർ അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. അതിനൊന്ന് ചിന്തിച്ചിങ്ങനെ ആലോചിച്ച് നോക്കും. അതിനല്ലേ ഈ ആൻസർ. അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് അവരുടെ ഓൾഡ് റേഷ്യോയില് എയും ബിയും അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, മറ്റൊരു റിലേഷൻ കൂടി നമ്മൾ ഇവിടെ കാണാം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കിട്ടി ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയും സെയിം ആണെന്ന് കിട്ടി. ഇനി നോക്കൂ, വേറൊരു റിലേഷൻ കൂടി നമ്മൾ കാണാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ന്യൂ റേഷ്യോ നോക്കൂ 12:8. ആ 12:8 അങ്ങനെ ചെറുതാക്കി നോക്കും. 12:8 നമുക്ക് അങ്ങനെ ഒന്ന് ചെറുതാക്കി നോക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് അല്ലെ. എത്ര കിട്ടുക? 12:8. ഇവര് നമ്മുടെ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ചെറുതാക്കി നോക്കും. 12:8 എന്നുള്ളതിന് ഏറ്റവും ചെറുതാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 3:2 തന്നെയാണ് അല്ലെ. 12:8 എന്നുള്ളതിന് നമ്മൾ ചെറുതാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3:2 എന്നാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 12, 3 × 4 12, 4 × 2 8 ഇല്ലേ. അപ്പൊ 3:2 എന്ന് തന്നെയാണ് ന്യൂ റേഷ്യോയിൽ എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് പ്രൊപ്പോർഷൻ. ഇവിടെ നമ്മൾ കാണണം എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അവർ പണ്ട് ഷെയർ ചെയ്യുന്നത് 3:2 ആണ്. അതേ റേഷ്യോയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതേ പ്രൊപ്പോർഷനിലാണ്. റേഷ്യോ നമ്മൾ കാണുന്ന സമയത്ത് ചെറിയ വ്യത്യാസമുണ്ട്. 12:8 ആയിട്ടുണ്ട്. അതിന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോക്കൂ 3:2 തന്നെയാണ്. അതായത് അതിന്റെ റിലേറ്റീവ് പ്രൊപ്പോർഷനിൽ ചേഞ്ച് വന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങൾ
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടിയിട്ട് ഈ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ട് ഈ സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ട ആവശ്യമുണ്ടോ? ഈ ഫസ്റ്റ് കേസിൽ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആൻസർ. ബിക്കോസ് ദ ഓൾഡ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ആർ ദ സെയിം. അപ്പൊ നമ്മളോട് ഒരു കൺക്ലൂഷനിലെത്താണ്. ഇൻ ദ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ കേസ് ഏതാണ്? അസംഷൻ എന്താണ്? ന്യൂ പാർട്ണർ ഗെറ്റ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ണേഴ്സ് in their old ratio. New partner gets his share from the old partners in their old ratio. Or the old partners sacrifices their share of profit in favor of the new partner in their old ratio. That's the first case. In that case, we need not calculate sacrificing ratio using the formula old ratio minus new ratio. We need not calculate. These calculations are not needed in this case because the old ratio, the new ratio and the relative proportion between the old partners in their new ratio are the same. Okay, I'm going to repeat here. The old ratio, sacrificing ratio and the new ratio between the old partners and the new relative proportion between the old partners are the same. So we need not calculate sacrificing ratio in this case. Clear ആണല്ലോ? അതായത് ബുദ്ധിമുട്ടി നമ്മൾ എന്ത് ചെയ്യണ്ട? സാക്രിഫൈസിങ് റേഷ്യോ കാണണ്ട. ബിക്കോസ് ഓൾഡ് റേഷ്യോ തന്നെയാണ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ ഫസ്റ്റ് കേസിൽ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? അവിടെ നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ കേസിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഓൾഡ് റേഷ്യോ തന്നെയാണ് അവിടെ സാക്രിഫൈസിങ് റേഷ്യോ. മാത്രമല്ല ഒരു പോയിന്റ് കൂടി നമ്മൾ കാണുന്നത്, അവിടെ ന്യൂ റേഷ്യോയിലെ റിലേറ്റീവ് പ്രൊപ്പോർഷനും സെയിം ആണ്. ന്യൂ റേഷ്യോയിലെ ഓൾഡ് പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് പ്രൊപ്പോർഷനും സെയിം ആണെന്ന് നമ്മൾ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് കേസ് കാണാൻ പോകും. സെക്കൻഡ് കേസ് കാണാം. കേസ് 2 നമ്മൾ എങ്ങനെ പറഞ്ഞത്? കേസ് 2 പറഞ്ഞത് ഈക്വലി ഫ്രം ബോത്ത് ദ പാർട്ണേഴ്സ് ആണ്. ഈക്വലി അല്ല പറഞ്ഞത്. ഇനി അതർ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ കേസിന് പേരിട്ടൊന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ സെക്കൻഡ് കേസ് ആയിട്ട് കാണുന്നത് കേസ് 2 ഈക്വലി ഫ്രം ബോത്ത് ദ പാർട്ണേഴ്സ് കാണുന്നത്. ന്യൂ പാർട്ണർ ഗെറ്റ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ണേഴ്സ് ഈക്വലി ആണ് കാണുന്നത്. ഓക്കെ, കേസ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം നമുക്ക്. കേസ് 2 എക്സാമ്പിൾ. A and B are partners sharing profits in the ratio 3:2. They admit C as a new partner. He gets 2/5 share in profits. Which he gets equally from both the partners. Mean equally 2/5 ന്റെ പകുതി എത്രയിടും? 1/5 അല്ലേ? 1/5 from A and A 1/5 കൊടുക്കും, B 1/5 കൊടുക്കും. അങ്ങനെയല്ലേ? Okay, equally from both the partners എന്ന് പറഞ്ഞാൽ 2/5 ന്റെ പകുതി 1/5 ആണ്. ഓക്കെ, A 1/5 കൊടുക്കുന്നു, B 1/5 കൊടുക്കുന്നു. അപ്പൊ എന്താ ഇനി Aക്ക് ഉണ്ടാവാം? Aക്ക് ഇനി എന്താ ബാക്കി ഉണ്ടാവാം? 3/5 നിന്ന് 1/5 പോകുന്നു, ബാക്കി 2/5 ഉണ്ടാവും. Bക്ക് എന്താ ഉണ്ടാവും? ബാക്കി നോക്കൂ, 2/5 നിന്ന് 1/5 പോകുന്നു, ബാക്കി 1/5 ഉണ്ടാവും. Cക്ക് എന്താ ഉണ്ടാവും നോക്കൂ. Cക്ക് എന്താ ഉണ്ടാവും നേരിട്ട് തന്നിട്ടുണ്ട് അല്ലെ? 2/5 ഉണ്ടാവും. അപ്പോൾ their new ratio will be 2:1:2. ഇത് നമ്മൾ നീട്ടി വലിച്ച് പോകുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ക്ലിയർ അല്ലേ? നോക്കൂ, 3:2 ഓൾഡ് റേഷ്യോ. സിക്ക് ഷെയർ കൊടുക്കുന്ന 2/5, which he gets equally from both the partners A and B 1/5 each. Clear? What will be A's new share? 3/5 minus 1/5 equal 2/5. B's new share will be 2/5 minus 1/5 equal 1/5. And what about C? 2/5. നേരിട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ 1/5 from A and 1/5 from B. ഓക്കെ, അപ്പൊ 2/5 ആണ് കിട്ടുന്നത്. ഇതാണ് ന്യൂ റേഷ്യോ.
2:1:2. ഇനി നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കാണാം. സാക്രിഫൈസിംഗ് റേഷ്യോ ഓക്കെ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ സാക്രിഫൈസ് കാണാം. ഈ സാക്രിഫൈസ് വിൽ ബി, എക്ക് പണ്ട് കിട്ടിയിരുന്നത് എത്രയാണ്? എക്ക് പണ്ട് കിട്ടിയിരുന്നത് 3/5 ആണ്. ഇനി പുതുതായിട്ട് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 2/5 ആണ്. എത്ര സാക്രിഫൈസ്? 1/5. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? 3/5 കിട്ടിയിരുന്ന പണ്ട്, ഇനി കിട്ടാൻ പോകുന്നത് 2/5 ആണ്. എത്ര നഷ്ടം? 1/5. ഇവിടെ നമ്മൾ കാണാൻ ഒരു പോസിറ്റീവ് ഫിഗറാ കിട്ടുന്നത് അല്ലേ? 3/5 മൈനസ് 2/5. 3 2 കുറച്ച് 1, ഒരു പോസിറ്റീവ് ഫിഗറാ കിട്ടുന്നത്. ആ പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് നമുക്കറിയാം ഇത് സാക്രിഫൈസ് ആണ്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഒരു നെഗറ്റീവ് കേസാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, നെഗറ്റീവ് ആണ് അവിടെ ബാലൻസ് വരുന്നെങ്കിൽ അവിടെ അതിന് ഗെയിൻ ആയിട്ടാണ് നമ്മൾ എടുക്കുക. സാക്രിഫൈസിന് പകരം നമ്മൾ ഗെയിൻ ആയിട്ട് എടുക്കുക. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക പോസിറ്റീവ് ഫിഗർ ആണ്, സാക്രിഫൈസ് ആണ്. ഓക്കെ, അവിടെ ബി സാക്രിഫൈസ് ഈക്വൽ, ബിക്ക് കിട്ടിയിരുന്നത് എത്രയാണ്? ബി ആണത് അല്ലെ? ബി കിട്ടിയിരുന്നത് 2/5 ആണ്. 2/5 ആണ് കിട്ടിയിരുന്നത്. ബിക്ക് ഇനി പുതുതായിട്ട് കിട്ടാൻ പോകുന്നത് എത്രയാണ്? ബിയുടെ ന്യൂ ഷെയർ 1 ആണ്. 1/5 ആണ്. 1/5. ഓക്കെ, അവിടെ ബി സാക്രിഫൈസ് 1/5. ഓക്കെ, എന്റെ മിനി സാക്രിഫൈസ് നമ്മൾ കണ്ടു 1/5, 1/5. ആ 5 നമ്മൾ തട്ടാൻ പോവാണ്. 5 തട്ടി. അവിടെ ബി ദ സാക്രിഫൈസിംഗ് റേഷ്യോ 1:1. 1:1. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. കേസ് 2, ന്യൂ പാർട്ണർ ഗെറ്റ്സ് his share from the old partners equally. New partner gets his share equally from the old partners. ക്വസ്റ്റ്യനിൽ തന്നെ പറയാണ് ഈക്വലി ആണ് ഓൾഡ് പാർട്ണേഴ്സ് ഷെയർ ചെയ്യുന്നത്. മീൻ 1:1 ആണ്. ഓക്കെ, 1:1 ആണ് അതിന്റെ മീനിങ്. ഈക്വലി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിത് കണക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ നോക്കൂ. സാക്രിഫൈസിംഗ് റേഷ്യോ കാണണോ? ശരിക്ക് വേണ്ട എന്നുള്ളതാണ് മീനിങ്, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. എന്താ കാരണം? 1:1 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയാണ്. ഈക്വലി ഫ്രം ബോത്ത് ദ പാർട്ണേഴ്സ്. ന്യൂ പാർട്ണർ ഗെറ്റ്സ് ഹിസ് ഷെയർ ഈക്വലി ഫ്രം ദ ബോത്ത് ദ പാർട്ണേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ കാണണം. ആ ഇതിൽ നമ്മൾ ഇൻ ദിസ് കേസ് ഓൾസോ വി നീഡ് നോട്ട് കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ because the sacrifice is made by the partners equally. The sacrifice made by the partners equally, in this case 2. റെഡി അല്ലേ? നമ്മൾ പറയുന്ന കേസ് 2 അല്ലേ? ഇവിടെ ഈക്വലി എന്ന് പറഞ്ഞിട്ടില്ലേ? ആ അർത്ഥത്തിൽ നോക്കൂ 1:1 തന്നെയാണ് നമ്മുടെ സാക്രിഫൈസിംഗ് റേഷ്യോ. Here also we need not calculate sacrificing ratio because the sacrifice made by the partners are shown in the question itself. ഇല്ലേ? ക്വസ്റ്റ്യൻ തന്നെ പറയല നമ്മളോട് 1:1 or equally എന്ന് പറയാം. ആ അതിൽ we need not calculate sacrificing ratio because the sacrifice is considered to be 1:1. ഓക്കെ, അപ്പൊ ഇതും ക്ലിയർ ആണ്. അപ്പൊ കഴിഞ്ഞ കേസിൽ ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഈ കേസിൽ ഈക്വലി ആണ്. ആ അർത്ഥത്തിൽ 1:1 ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ.